പി ജയരാജൻ വധശ്രമ ഗൂഢാലോചന കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ. കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിൽ പിഴവുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. വിടുതൽ ഹർജി അംഗീകരിച്ച നടപടി റദ്ദാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലെ ആവശ്യം. ആന്ധ്രാപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2 പ്രതികൾ മാത്രമാണ് വിചാരണ നേരിട്ടത്. ഗൂഢാലോചന കേസിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതവഗണിച്ചാണ് കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. കേസിൽ മതിയായ തെളിവുകളുണ്ട്. ഈ സാഹചര്യത്തിൽ കെ സുധാകരൻ വിചാരണ നേരിടേണ്ടതില്ലെന്ന വിധിയിൽ പിഴവുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. 1995 ഏപ്രിൽ 12 രാജധാനി എക്സ്പ്രസിൽ വെച്ചാണ് പി ജയരാജന് നേരെ അക്രമികൾ വെടിയുതിർത്തത്. കേസിലെ പ്രതികളായ പേട്ട ദിനേശൻ, ടി രാജീവൻ, ബിജു എന്നിവരുമായി ചേർന്ന് കെ സുധാകരൻ തമ്പാനൂരിലെ ഹോട്ടലിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. കേസിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തമ്പാനൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് കുറ്റപത്രം നൽകി. എന്നാൽ കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ നൽകിയ വിടുതൽ ഹർജി 2016 തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. തുടർന്ന് നൽകിയ അപ്പീലിൽ 8 വർഷത്തിനു ശേഷമാണ് വിടുതൽ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചതും കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് കെ സുധാകരനെ ഒഴിവാക്കിയതും. ഹർജി അടുത്ത ദിവസം സുപ്രീം കോടതി പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.